ഹലോ കിലടല തീപ്പന്തലിലേക്ക് സ്വാഗതം. കിലടല ഞാൻ പ്യാറു. നമ്മുടെ ആദിത്യയുടെ മരണം ഇന്നലെയാണെന്ന് അറിഞ്ഞല്ലോ. ഇന്നലെ കിലടല മിനിഞ്ഞാന്ന്. അപ്പോൾ മരണം സംഭവിച്ചതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മേൻ്റെ ഒരു വീഡിയോ വന്നിട്ട് കിലടല. അച്ഛനും അമ്മയല്ല, അച്ഛനും മകൻ്റെയും. ഇപ്പോൾ ആദിത്യയുടെ അനിയനും ആദിത്യയുടെ അച്ഛനും ഒരു ന്യൂസ് ചാനലിൽ അല്ലെങ്കിൽ ഒരു മീഡിയ ചാനലിൽ ഒരു ഇന്റർവ്യൂ കിലടല ജസ്റ്റ് ഒരു പറഞ്ഞിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ല, മനസ്സിലല്ല. അവർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിനോയ് എക്സ് ബോയ് ഫ്രണ്ട് ഇല്ലേ, നമ്മുടെ ആദ്യത്തെ എക്സ് ബോയ് ഫ്രണ്ട് ബിനോയിനെയാണ് അത് സംശയിക്കുന്നത്. എന്നിട്ട് ഇപ്പോൾ ബിനോയിനെ അറസ്റ്റ് ചെയ്ത് കിലടല പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ട് ആക്കിയിട്ടുണ്ട്, മനസ്സിലായില്ലേ. എന്നുവെച്ചാൽ അവർ പറയുന്നത് ബിനോയാണ് കാരണം എന്നാണ്. എന്താ വെച്ചാൽ 2 മാസം മുമ്പ് വരെ വീട്ടിലോട്ട് സ്ഥിരമായിട്ട് വരികയായിരുന്നു ബിനോയ്. ഇപ്പോൾ ബ്രേക്കപ്പ് ആയ ശേഷം ബിനോയ് വീട്ടിലോട്ടൊന്നും വരില്ല. അപ്പോൾ അവനാണ് കാരണം എന്നാണ് ഇവർ പറയുന്നത് കിലടല. അപ്പോൾ മലയാളി വാർത്ത എന്നൊരു ചാനലിലാണ് ഈ അച്ഛനും ആദിത്യയുടെ അനിയനും തന്നെയാണ്. കാണുമ്പോൾ അനിയനെ പോലെ തന്നെ ഉണ്ട് അനിയനും പറയുന്നത് എന്താ വെച്ചാൽ. പക്ഷെ അവർക്ക് നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ കിലടല അവർക്ക് വലിയ സങ്കടവും കാര്യങ്ങളൊന്നുമില്ല. അവർ സിമ്പിളായി കൂളായി സംസാരിക്കുന്നുണ്ട്. അതിപ്പോൾ ഓരോരുത്തരുടെ ഇതാണ് കിലടല, അത് നമുക്ക് പറയാനൊന്നും പറ്റില്ല. അതൊന്നും ആയിക്കോട്ടെ. എന്തായാലും ആദിത്യയുടെ മരണം സത്യം പറഞ്ഞ കിലടല. ഇനിയിപ്പോൾ സൈബർ ആക്രമണം അല്ലെങ്കിൽ പോലും എനിക്കും പറയാനുള്ളത് അതാണ് കിലടല. നമ്മൾ ഒരാൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും ഒരുപോലെ ഏറ്റെടുക്കുന്ന എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ല. ഇപ്പം നമ്മൾ തെറി പറയുമ്പോൾ സ്വാഭാവികമായും ഇവർ വിചാരിക്കും ഓ അവരത്ര നല്ലതാണ്, നമുക്ക് തെറി പറയാം എന്താ വെച്ചാൽ അവർ അതോടെ നിർത്തുമായിരിക്കും എന്നൊക്കെ ആയിരിക്കും. പക്ഷെ എല്ലാവരുടെ മനസ്സ് ഒരുപോലെ അല്ലേ കിലടല, മനസ്സിലായി. താങ്കളുടെ ശേഷി ഇല്ലാത്തവരുമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോസിനൊക്കെ തെറി പറയുന്ന ആൾക്കാരൊക്കെ കുറേ ഉണ്ട്. നമ്മൾ അതൊക്കെ ആ ഒരു ഇതോടെ വിടും, മനസ്സിലല്ലേ. എന്തായിക്കൊണ്ട് പോട്ടെ, അന്ന് വലിയ കാര്യമില്ല. അത് അവൻ്റെ സംസ്കാരം. നമ്മൾ അതിനെ പ്രതികരിക്കാൻ നിൽക്കുമ്പോഴാണ് പിന്നെ ഒരു പ്രശ്നത്തിൽ നമ്മൾ പ്രതികരിക്കില്ലെങ്കിൽ ആലോചിക്കുമ്പോഴാണ് പിന്നെയും കൂടി വരുന്ന കിലടല, മനസ്സിലല്ലേ. അപ്പം നമ്മളെന്താണ് അതോടുകൂടി ഒഴിവാക്കുക. ഞാൻ അങ്ങനെയാണ് കിലടല. എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ സന്തോഷം കളയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമ്മൾ അതോടുകൂടി ഒഴിവാക്കും, മനസ്സിലല്ലേ. അങ്ങനെയാണ്. പിന്നെ പെൺകുട്ടികളെ കിലടല ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്. കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇല്ലെങ്കിൽ കുറേ ഇതുപോലെ റീൽസ് ചെയ്യുന്ന കുട്ടികളുടെയൊക്കെ കമന്റിൽ പോയിട്ട് ഓരോ തെറി തന്തയ്ക്കും തള്ളയ്ക്കും എല്ലാവരും വിളിക്കുക, മനസ്സിലായില്ലേ. അതാണ് ഇവരുടെ അവസ്ഥ. അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല, അതേ പറയാനുള്ളൂ. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു വീഡിയോ കാണാനുള്ള ഒരു അഭിപ്രായം ഉണ്ട്. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടു ഓട്ടോമാറ്റിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ഇപ്പം നമ്മളിപ്പോൾ കമൻറ്റ് ഇടാൻ തോന്നിക്കഴിഞ്ഞാൽ അതെന്താ അവർ നെഗറ്റീവ് അല്ലെങ്കിൽ അവർ ഇമ്പ്രൂവ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് കമൻറ്റ് ഇടുക. അതല്ലാതെ ഡയറക്റ്റ്ലി പോയിട്ട് ഇതാണ്ടാ നീ ഇതാണ്ടി എന്നൊക്കെ പണ്ട് തെറി പറയുന്ന മോശമാണെങ്കിൽ ഇടല്ല. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും, മനസ്സിലായില്ലേ. അപ്പം നമുക്ക് അച്ഛനും അനിയനും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് കേൾക്കാൻ ഇടല്ല. എന്നിട്ട് ബിനോയിനെ അറസ്റ്റ് ചെയ്ത് ഇടല്ല. അതിൻ്റെ ന്യൂസ് ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് അതും കാണാം. അത് നമ്മുടെ അച്ഛനും അനിയനും എന്താ പറയാനുള്ളത് കേൾപ്പിച്ചറിയില്ല. മൊത്തത്തിൽ ഇപ്പോൾ ഇന്നലെ ചാനലിലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അതായത് ബിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു നിങ്ങളിപ്പം പഠിച്ചതിന് ശേഷം നല്ല ജോലിയൊക്കെ നേടുമ്പോൾ നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. FB വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ IT പോളിയിലാണ് വട്ടിപ്പ പോളിയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അങ്ങനെ ഓരോരുത്തർ അവനെ പറ്റി ഉള്ളടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച കാറ്റലാസ് ഇവൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെ ബ്രേക്കപ്പ് ആയത് നിസാർ ഈ കമന്റിന്റെ കേസിൽ അവളിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സമ്മതിച്ചു തരിക. അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം. എൻ്റെ മോള് തെറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ മോളെ ഇനി തിരിച്ചൊന്നും കിട്ടൂലല്ലോ. എൻ്റെ മോള് മരിച്ചു പോയില്ലേ, അതുകൊണ്ട് എനിക്കിനി എൻ്റെ മോളെ തിരിച്ചു കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണം. ഇത് മറ്റൊരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല, അത് ഓർത്താണ് ഞാൻ. അപ്പോൾ അതാണ് കിലടല അച്ഛനും അനിയനും പറയാനുള്ളത്. എന്താ ചോദിച്ചാൽ പക്ഷേ അവർക്ക് സങ്കടമില്ലാത്ത പോലെ ഇടയ്ക്കിലടല. ഇനിയിപ്പോൾ സങ്കടം അവർ പ്രകടിപ്പിക്കാത്തതാണോ എന്നറിയില്ല, മനസ്സിൽ സങ്കടം ഉണ്ടാവും. ബട്ട് അത് ഓരോരുത്തരുടെ ഇത്. അപ്പോൾ അവർ പറയുന്നത് സൈബർ ആക്രമണമല്ല. ഇപ്പം അങ്ങനെ കമന്റ് ഇട്ടാൽ കൂടി അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, എൻ്റെ ശേഷിയിൽ അങ്ങനെ സംഭവിക്കില്ല എന്നാണ് അവനും പറയുന്നത്, അനിയൻ. എന്ന് വെച്ചാൽ കാരണം ഇവർ പറയുന്ന അച്ഛൻ പറയുന്നത് കാരണം ബിനോയാണ്, മനസ്സിലായില്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനിങ്ങനെ ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായ സമയത്ത് തന്നെ ഇവർ പറഞ്ഞു ഇപ്പോൾ നിങ്ങൾ പഠിക്കുക, എന്നിട്ട് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനമ്മയോട് സംസാരിച്ചിട്ട് നമുക്ക് എന്താ കല്യാണം അങ്ങനെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു അച്ഛൻ. പക്ഷെ അവരതൊന്നും കേൾക്കാതെയാണ് പ്രേമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അനിയും പറയുന്നുണ്ട് ഇവനെ പുറമെ റിലേഷൻഷിപ്പ് ഉണ്ട്, FBയിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും. ഇനിയിപ്പോൾ അവൻ പോളിയോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ കൂടെ റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെന്നാണ് ഇവനെ പറയുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ റിലേഷൻഷിപ്പ് ഇവനുണ്ട്. അപ്പം അതുകൊണ്ട്
സൈബർ ആക്രമണം അല്ലാതെ അവനെ ഉറപ്പിച്ച് പറയുന്നിരിക്കില്ല ആദിത്യയുടെ അനിയൻ. അപ്പോൾ പിന്നെ എന്നിട്ട് ഇപ്പോൾ ബിനോയിനെ അറസ്റ്റ് ചെയ്തു. പക്ഷെ ബിനോയിന്റെ ഞാൻ വീഡിയോസിലൊക്കെ കാണുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് ഇപ്പോൾ ഗേൾ ഫ്രണ്ട് അങ്ങനെ വന്നത് നമുക്ക് അറിയില്ല. ഇനിയിപ്പോൾ പേഴ്സണലി അറിയുന്നവർക്ക് അറിയുള്ളൂ അവന് പുതിയ ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഇല്ലെങ്കിൽ നിറയെ ഇതുപോലെ ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്നൊക്കെ അറിയുന്നത് പേഴ്സണലി അറിയുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? പക്ഷേ ഈ ബ്രേക്കപ്പ് ആയതിനു ശേഷം ഈ കുട്ടി ആദിത്യയുടെ ഈ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് കുറേ ഇതുപോലെ ഈ ബിനോയിന് റിലേറ്റഡ് ഉള്ള കമന്റ് എന്താ വെച്ചാൽ ഇപ്പൊ ഇവനാ ഇല്ലെങ്കിൽ അവൻ എന്ന ബ്രേക്കപ്പ് ആയതുകൊണ്ട് ഇതുപോലെ കുറേ തെറി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ആദ്യത്തെ ആത്മഹത്യ ചെയ്തതൊക്കെയാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്, മനസ്സിലായി? വിശ്വസിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കും അതേ അറിയുള്ളൂ. സൈബർ ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് കൂടുതൽ അറ്റാക്ക്, മനസ്സിലായില്ലേ? സൈബർ എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് കമന്റുകളും ഈ തെറികളും കംപ്ലീറ്റ് അതിന് ശേഷമാണ് കൂടുതലായിട്ട് നമ്മുടെ ആദിത്യയുടെ റീലിൽ കണ്ടു വന്നത്. പിന്നെ ഇപ്പോൾ ഈ ആദിത്യ മരിച്ച ശേഷം ബിനോയുടെ റീലും, മനസ്സിലായി? ബിനോയ് വീഡിയോ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, പക്ഷെ ബിനോയുടെ റീസെന്റ് ആയിട്ട് റീൽസിലൊക്കെ കമന്റ് അങ്ങനെ കൊന്നു കളഞ്ഞില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് എന്താ വെച്ചാൽ ഇതിലും വന്ന് കമന്റ് ഇട്ട് ഇനിയിപ്പോൾ ഇവനും കൂടി കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. സംഭവം സത്യം എന്താണെന്ന് അറിയില്ലെങ്കിലല്ല. ബിനോയിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണ് ഇപ്പോൾ ബിനോയ്. നമുക്ക് അതിന്റെ ഒരു ന്യൂസ് കാണാനില്ല, എന്ത് ഞാൻ ബാക്കി പറയാം. കുമാർ, ഈ കോട്ടൺ ഹിൽ സ്കൂളിലെ +2 വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയുടെ മരണം സംഭവിച്ചത് മുതൽ ആദ്യം മുതൽ തന്നെ ഈ നെടുമങ്ങാട് സ്വദേശിയായ യുവാവിന് നേരെയായിരുന്നു ആരോപണങ്ങൾ അത്രയും. ഈ കുടുംബവും സുഹൃത്തുക്കളടക്കം ഉള്ളവർ ഈ നെടുമങ്ങാട് സ്വദേശിയായ ബിനോയിയുടെ ഇടപെടൽ ഈ മരണത്തിന് കാരണമായി എന്നായിരുന്നു ആരോപിച്ചുകൊണ്ടിരുന്നത്. ഇതിനെ തുടർന്ന് ഇന്ന് രാവിലെ ഈ പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയും പൂജപ്പുര പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അതിനെ തുടർന്നാണ് ഇന്ന് ഈ നെടുമങ്ങാട് സ്വദേശിയായ ബിനോയിയെ പൂജപ്പുര പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി രാവിലെ 11 മണി മുതൽ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനുശേഷം ഈ വീട്ടുകാർ ഈ പോലീസിൽ പരാതി കൂടി നൽകിയതോടെയാണ് വൈകിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് സൈബർ ആക്രമണമല്ല മകളുടെ മരണകാരണം, ഈ ബിനോയിയുടെ ഇടപെടൽ ഉണ്ടെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് കണ്ടെത്തണം. മാത്രമല്ല ഈ പെൺകുട്ടിയും ഈ ബിനോയും തമ്മിൽ മാസങ്ങളുടെ അടുപ്പമുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അവർ ഒരുമിച്ച് ഒരുപാട് വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബന്ധം അവസാനിച്ചതോടെ മാനസികമായി ബിനോയ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചിരുന്നെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. എങ്കിൽ അത് ഏത് തരത്തിലായിരുന്നു ആ പീഡനമെന്നും കണ്ടെത്തേണ്ടതുണ്ട്. നിലവിൽ 2 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പോലീസ്: ആത്മഹത്യാ പ്രേരണ, പോക്സോ. ഈ പെൺകുട്ടി മൈനർ ആയതുകൊണ്ടാണ് പോക്സോ വകുപ്പ് കൂടി പോലീസ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇനി ഏത് തരത്തിലാണ് ഈ പീഡനമെന്ന് കണ്ടെത്തേണ്ടതുണ്ട്. അതിന് ഈ ബിനോയുടെ മൊബൈൽ ഫോൺ അടക്കം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അത് ആ പരിശോധന അടക്കം നാളെ നടക്കും. മാത്രമല്ല ബിനോയുടെ സുഹൃത്തുക്കളുടെ മൊഴിയും പോലീസ്. അപ്പൊ അതാണ് കേട്ടല്ലേ, ബിനോയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പോക്സോ കേസും പിന്നെ ആത്മഹത്യാ പ്രവണതയും, മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ വെച്ചാൽ മാനസികമായി നമ്മുടെ ആദിത്യനെ ബ്രേക്കപ്പിന് ശേഷം മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ബിനോയ്. എന്താ വെച്ചാൽ മാനസികമായിട്ട് തളർത്തുക, മനസ്സിലായില്ലേ? സ്വാഭാവികമായി ചിലരൊക്കെ അങ്ങനെ ഉണ്ടല്ലോ, ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗേൾ ഫ്രണ്ടിനെ വിളിച്ചിട്ട് നിന്നെ അത് ചെയ്യും ഇത് ചെയ്യും ഇല്ലെങ്കിൽ നിന്നെ നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായി തളർത്താൻ നോക്കും, മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അത് അങ്ങനെയാണെന്ന് അറിയില്ലെങ്കിലോ, നമുക്ക് പിന്നെ റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. അത് കാരണം നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, നമ്മൾ കേട്ടിട്ടൊക്കെ ഉണ്ട് ചിലരുടെയൊക്കെ. അപ്പോൾ അതെന്തായിക്കോട്ടെ, ഇപ്പോൾ ബിനോയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ 2 കുറ്റപ്രകാരം എന്താ വെച്ചാൽ പോക്സോയും പിന്നെ ആത്മഹത്യ പ്രവണതയ്ക്കും പ്രേരിപ്പിച്ചതിന് കൊണ്ട് ഇപ്പോൾ മനസ്സിലായില്ല. ഇതാണ് ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ പോകുമ്പോൾ എല്ലാം മനസ്സിലാക്കണം, മനസ്സിലായില്ല? ഇപ്പോൾ ബ്രേക്കപ്പ് ആയാൽ കൂടി നമ്മളെ താങ്ങാനുള്ള ശക്തി വേണം. എല്ലാ റിലേഷൻഷിപ്പും അങ്ങനെ അവസാനം വരെ കൊണ്ടുപോകണമെന്നില്ല. ഇപ്പം ആൺപിള്ളേരിലാരും രാമനുമില്ല, പെൺപിള്ളേർ സീതുമില്ല. ഞാൻ എൻ്റെ ഒരു കാറ്റഗറി എന്താ വെച്ചാൽ എൻ്റെ ഒരു തോട്ട് അതാണ്ട് ഇല്ല. ആൺപിള്ളേർ രാമനുമില്ല, പെൺപിള്ളേർ സീതുമില്ല, മനസ്സിലായല്ലോ? എന്താ വെച്ചാൽ അങ്ങനെ ഈ രാമൻ സീത പ്രേമമൊക്കെ പണ്ട്, ഇപ്പം അങ്ങനെ ഒന്നും കേട്ടല്ലോ. ജസ്റ്റ് ഒരാൾ ഇഷ്ടപ്പെട്ട് കുറച്ചു കാലം റിലേഷൻഷിപ്പിലായി, അത് കഴിഞ്ഞ് ബ്രേക്കപ്പ് പോയി, അത്രേ ഉള്ളൂ. ഇക്കാലത്തൊന്നും പ്യൂറായിട്ടുള്ള പ്രേമം കണ്ടിട്ടില്ല കേട്ടോ, കാണാനും കഴിയില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ ബിനോയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബിനോയിന്റെ ഫോൺ കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇപ്പൊ അച്ഛനും അനിയനും പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇപ്പോൾ ബിനോയ് ഇപ്പോൾ അനിയൻ പറഞ്ഞ പോലെ ബിനോയ്ക്ക് അവിടെയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇൻസ്റ്റയിൽ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കായി ബിനോയ് എന്തായാലും അറസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ കേസ് ബിനോയ്ക്ക് നേരെ തിരിയും, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇനിയിപ്പോൾ സൈബർ ആക്രമണം തന്നെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിനോയെ വിട്ടയക്കായിരിക്കും അല്ലേ? എന്തായാലും ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബിനോയിന്റെ ഫോണും കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അങ്ങനെ എന്തെങ്കിലും തെളിവ് കിട്ടി കഴിഞ്ഞാൽ ബിനോയ് എന്തായാലും ലോക്കാവും, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ എന്താ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ അടുത്ത് വന്നാലേ നമുക്ക് അറിയുള്ളൂ ഇരിക്കില്ലല്ലേ. അപ്പോൾ എന്തായാലും ന്യൂസ് വരട്ടെ, അത് ഞാൻ ബാക്കി പറയാം. അപ്പോൾ അത്രേ ഉള്ളൂ.